താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടി മോഹൻലാൽ ആദ്യം സാധിച്ചാലേ അവരുടെ ഡേറ്റ് പിടിച്ചാലേ മമ്മൂട്ടി മോഹൻലാൽ പടം വേണ്ടാതെ തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാതാവ് അതിൽ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കും. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററിൽ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തം പാട്ട് കൊടുക്കുന്നത്. ബഡ്ജറ്റ് കൂടും. അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് എൻ്റെ പോലെ കണക്ക് പറയാൻ പലർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്ററാണ്. അതായത് ചന്ദ്രകാന്ത് വന്ന സിനിമ ഞാൻ തുടങ്ങും. എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പറയാൻ. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 300 രൂപയുള്ളൂ പവന്. അപ്പോൾ അന്ന് 2.25 അതിന് പ്രേംനസീർ വാങ്ങിച്ച പ്രതിമ 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുമുതലിൻ്റെ 3-1, 2-1 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കോടീശ്വരന്മാരാകും, പക്ഷെ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താണ് ഇപ്പോഴും തരവാനില്ല. പക്ഷേ നടനായിരുന്നെങ്കിൽ കോടീശ്വരനായിരുന്നേ. അപ്പം അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താരമേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താരമേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല. പ്രയാസം. കാരണം 2 പേരിലേക്ക് അല്ലെങ്കിൽ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. അനവധി നായകന്മാരായി. ഭാര്യയുടെ തല്ലുകൊള്ളാൻ തയ്യാറായ ഇപ്പോൾ ഭാര്യയുടെ തല്ലുകൊള്ളുന്ന ഒരു കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായ മ്യൂസിക് ജോസഫായി ഇപ്പോഴത്തെ നായകന്മാർ. ആ റോഡ് മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുമോ? ഭാര്യ എടുത്തിട്ട് ചവിട്ടുന്നത്, കരാട്ടെ വ്യക്തിയെ ഭാര്യ എടുത്തിട്ട് ചവിട്ടുന്നത് ഭർത്താവിന്. ജയ് ഹോയുടെ സിനിമയിൽ അത് അഭിനയിക്കുന്ന മ്യൂസിക് ജോസഫ്. ആ മ്യൂസിക് ജോസഫാണ് മിന്നൽ കൊണ്ട് സംവിധാനം എന്ന് പറയുന്നത്. അത്ര മിടുക്കന്മാർ വന്നു. അത് മുകേഷ് തീരുമാനിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ മുകേഷ് ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ മുകേഷ് രാജിവെക്കേണ്ടതാണെന്ന് അതിന് സ്വയം തീരുമാനിക്കാൻ കഴിയും. പക്ഷെ അതിന് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം വെച്ചാൽ പൊളിറ്റിക്കൽ മേഖല വേറെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ LDFന് അവരുടേതായിട്ട് തീരുമാനങ്ങളുണ്ട്. അതുപോലെ മാറ്റുകയില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഡിഫറെൻ്റ്. അപ്പോൾ മുകേഷ് ഈസ് എ പൊളിറ്റീഷ്യൻ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഹിം. അതാണ് പ്രശ്നം. മുകേഷ് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായതുകൊണ്ട്, ഒരു MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ LDF സഹായിക്കുന്നു. അത് പൊളിറ്റിക്കൽ അന്തരീക്ഷം വേറെയാണ്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ ഇത്രയും ആരോപണം ഉന്നയിച്ച് സ്ഥിതിക്ക് മുകേഷ് രാജിവെക്കേണ്ടതാണ്. രാജിവെക്കേണ്ടത് പാർട്ടി പറയുന്നു. എനിക്ക് പാർട്ടി എതിർക്കാൻ എന്താ അവകാശം? എല്ലാവർക്കും നന്ദി. താങ്ക് യു.